ഹലോ സുഹൃത്തുക്കളെ, ഇത് ഓപ്പോ A52 4GB റാം 128GB സ്റ്റോറേജ്, ഓപ്പോ A31 4GB റാം 128GB സ്റ്റോറേജ്. റാമിൻ്റെ കാര്യത്തിൽ രണ്ടും തുല്യമായിട്ടുള്ള ഒരു ഫോണാണ് നമ്മൾ ഇവിടെ അൺബോക്സിങ്ങിനായിട്ട് എടുത്തുള്ളത്. ഈ സൈഡിലായിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇതിൻ്റെ പിറകു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ A31, ഓപ്പോ A52. ഇത് ട്രിപ്പിൾ ക്യാമറയാണ്. ഇതിൽ വരുന്നത് കോഡ് ക്യാമറയാണ് എന്നുള്ളത്. പിന്നെ 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്, 4230 mAh ബാറ്ററി, 5000 mAh ബാറ്ററി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് കാണുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. അസംബിൾഡ് ഇൻ ചൈന, ഇത് അസംബിൾഡ് ഇൻ ചൈന, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നുള്ളൂ. നമുക്ക് രണ്ട് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഓപ്പോ A52 ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഇതിൻ്റെ അകത്തായിട്ട് ഇതിൽ ഒരു പൗച്ച് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിമ്മ് റിമൂവ് ചെയ്യാനുള്ള പിന്നും കിട്ടിയിട്ടുണ്ട്. പുറമേ ഇതിനെ പറ്റിയുള്ള ഒരു കാറ്റലോഗും കിട്ടിയിട്ടുണ്ട്. വേറൊന്നും ഈ ഒരു ബോക്സിലായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ഇതുപോലെ തന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരു പൗച്ചും കിട്ടിയിട്ടുണ്ട്, സിമ്മ് റിമൂവ് ചെയ്യാനുള്ള ഒരു പിന്നും കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കാറ്റലോഗുകളും കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഫോണ് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഫോണിൻ്റെ ബോക്സിൽ തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ വലിയൊരു ചാർജർ കാണുന്നുണ്ട്. 31-ൽ നമുക്ക് ചെറിയൊരു ചാർജറാണ് കാണുന്നത്. ഇത് വരുന്നത് 18 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്. ഇത് വരുന്നത് ഒരു സാധാ 2 ആമ്പിയറിൻ്റെ ഒരു ചാർജറാണ് ഇതിൽ കാണുന്നത്. 10 വാട്ട്സിൻ്റെ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ അല്ല. ഇത് വരുന്നത് ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ രണ്ട് ബോക്സുകളിലായിട്ടും ഈ ഒരു USB കേബിൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതൊരു ടൈപ്പ് C USB കേബിളാണ്. ഇത് വരുന്നത് മൈക്രോ USB കേബിളാണ്. അപ്പോൾ A31-ൽ വരുന്നത് മൈക്രോ USB കേബിളും ഇതിൽ വരുന്നത് A52-ൽ വരുന്നത് ടൈപ്പ് C USB കേബിളുമാണ്. ഇത് തമ്മിലുള്ള മെയിൻ ഒരു വ്യത്യാസം തന്നെയാണ്. ചാർജിങ്ങിൽ തന്നെ മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ചാർജിങ്ങിൽ ഇതിൽ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ നോർമൽ ചാർജിങ്ങുമാണ് വരുന്നത്. 10 വാട്ട്സിൻ്റെ താനും ഇത് 18 വാട്ട്സിൻ്റെയും ചാർജറാണ്. പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ആയിട്ട് കാണുന്നത് ഒരു ഹെഡ്ഫോൺ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഒരു ഹെഡ്ഫോൺ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുണ്ട്. A31-ൽ ഹെഡ്ഫോണൊന്നും കിട്ടിയിട്ടില്ല. ഇത് രണ്ടും ഒരു സൈഡിലേക്ക് നീക്കിയതിന് ശേഷം നമുക്ക് ഫോണൊന്ന് മൊത്തത്തിലൊന്ന് കാണാം. ഇതിൻ്റെ പുറത്തായിട്ട് 1080p നിയോ ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്, കോഡ് ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്, 5000 mAh ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ട്രിപ്പിൾ ക്യാമറ, അതുപോലെ തന്നെ 6.5 ഇഞ്ച് ഡിസ്പ്ലേ, പിന്നെ 4230 ബാറ്ററി, പിന്നെ 3 കാർഡ് സ്ലോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഫോണുകളും പുറത്തേക്ക് എടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ 4 ക്യാമറകളുണ്ട്. നല്ല ഡിസൈനിങ്, അത്യാവശ്യം നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ഒരു ഡിസൈനിങ്ങിനാണ് ഈ ഒരു ഫോണിന് ഉള്ളത്. ഇതിന് വരുന്നത് 3 ക്യാമറയാണ് വരുന്നത്. 3 ക്യാമറയും ഒരേ ലൈനിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഫിംഗർ പ്രിൻറ്റ് കാണുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വോളിയം ബട്ടണ്, സിം കാർഡ് സ്ലോട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഈ ഒരു സൈഡിലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് സ്പീക്കർ, മൈക്ക്, അതുപോലെ തന്നെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ളത്, ടൈപ്പ് C ഇൻപുട്ട്, മൈക്രോ ഇൻപുട്ടും, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ബോഡിയിൽ വരുന്ന വ്യത്യാസങ്ങൾ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഒരു V ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന് സെൻട്രൽ റൗണ്ട് ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്.